ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ വലിയ രഹസ്യം അലീന അറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. തൻ്റെ അച്ഛൻ ആരാണെന്നും തൻ്റെ അമ്മ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ച ആ രഹസ്യം അവളെ കയ്യിൽ കിട്ടുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ രാവിലെ മുത്തശ്ശിയെ പല്ല് തേപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം മുത്തശ്ശിയെ പുതിയ സാരിയെല്ലാം ഉടുപ്പിക്കാണ് അലീന. അപ്പോഴാണ് വൈജയന്തിയെ വിളി കേൾക്കുന്നത്. എടി അലീന, അലീന, നീ പെണ്ണ് എന്തെടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയും, നീ അവിടെ നിന്ന് തൊള്ള കീറേണ്ട, അവളെന്നെ സാരി ഉടുപ്പിക്കാണ്, ഇപ്പം അങ്ങോട്ട് വരും. ഓ, ഏത് സമയം ഇങ്ങനെയൊക്കെ ചെയ്ത് നിന്നാൽ മതിയല്ലോ, എന്നാൽ മറ്റു ജോലികളൊന്നും ചെയ്യേണ്ട. എന്താ ജയ നീ പറയുന്നത്? ഈ വീട്ടിലെ എല്ലാ ജോലികളും അവൾ തന്നെയല്ലേ ചെയ്യുന്നത്, അല്ലാതെ മറ്റാരും അവളെ സഹായിക്കാൻ പോലുമില്ലല്ലോ. ഓ, ഈ വീട്ടിൽ അധികമൊന്നും ജോലിയില്ലെന്ന് അമ്മക്കറിയാലോ. ഓ, അതെനിക്കറിയാം. എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണം ഉണ്ടാക്കണം, നിങ്ങളുടെ എല്ലാ ഡ്രസ്സുകൾ അലക്കണം, എല്ലാം അവൾ തന്നെ തനിയെ ചെയ്യണ്ടേ? ഉള്ള ജോലിക്കാരെ നീ പറഞ്ഞു വിട്ടില്ലേ? അതൊന്നും വലിയ കാര്യമില്ലമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന ചോദിക്കും, എന്താ എന്നെ വിളിച്ചത്? ഓ, തമ്പുരാട്ടിയോട് എന്താ വിളിച്ചതെന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവളെ തൂത്തു തുടക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കണം. ദേ, ആ സ്റ്റോർ റൂമിൽ കുറേ പഴയ സാധനങ്ങളൊക്കെയാണ്, അവിടെ ആകെ പൊടി പിടിച്ച് മാറാല് പിടിച്ച് കിടക്കാറ്, അതെല്ലാം ഒതുക്കി വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിട്ട് പോകുന്നുണ്ട്. ഞാൻ വരുമ്പോഴേക്കും എല്ലാം വൃത്തിയായിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ മക്കൾക്കുള്ള ലഞ്ചൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ അലീന അത് എല്ലാം ആയിട്ടുണ്ടെന്ന് പറയാണ്. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ റെഡിയായെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ മടിയില്ല, കാലത്ത് എണീറ്റിരുന്നു, എല്ലാവർക്കുള്ള ലഞ്ചൊക്കെ ആക്കി ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അലീന ഉണ്ടാക്കിയ ഭക്ഷണത്തല്ല ഒരു പ്രത്യേക രുചി ഫീൽ ചെയ്യുന്നുണ്ട് വൈജയന്തിക്ക്. എന്നാലും ആ കാര്യം അവളത് തുറന്ന് പറയുന്നില്ല. നല്ല അടിപൊളി ഭക്ഷണം, ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, അതെന്താ ബാലചന്ദ്രൻ ഇത്രയും നാൾ ഭക്ഷണം കഴിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കണേ. അതല്ല, ഇതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്, അതാ ഞാൻ പറഞ്ഞത്. ആ, നിങ്ങൾക്കിപ്പോൾ പ്രത്യേക ടേസ്റ്റൊക്കെ തോന്നിക്കും. അങ്ങനെ ബാലചന്ദ്രൻ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് തടി തപ്പുന്നുണ്ട്. അങ്ങനെ വൈജയന്തി വന്നിട്ട്, നീ എന്താടി പുതിയ ഭക്ഷണമൊക്കെ പരീക്ഷിക്കാനോ? ഇവിടെ എല്ലാവർക്കും കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ പ്രത്യേകിച്ചൊന്നും കറികളൊന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല, എന്നോട് ബബിത പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ള കറികൾ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. ഓ, എന്തായാലും ഞാൻ പോയി വരട്ടെ, അപ്പോഴേക്കും വീടെല്ലാം ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈജയന്തി പോവാണ്. അങ്ങനെ മുത്തശ്ശി അവളോട് ചോദിക്കണേ, എന്താ അവൾ നിന്നെ പുതിയ പണി ഏൽപ്പിച്ചത്? അവിടെയുള്ള സ്റ്റോർ റൂം വൃത്തിയാക്കണമെന്ന്. അവിടെ ഒരുപാട് സാധനങ്ങൾ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്, അതെല്ലാം തുടച്ച് വൃത്തിയാക്കാനാണ് പറഞ്ഞത്. എൻ്റെ കുഞ്ഞ്, നിനക്ക് ഈ വീട്ടിൽ പിടിപ്പത് ജോലിയുണ്ടല്ലേ? നീ ഇങ്ങോട്ട് വന്നപ്പോൾ ആ കമലയുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിനക്കിവിടെ എത്തിയപ്പോൾ നല്ല ജോലിയാണല്ലോ. അതൊന്നും സാരല്ല മുത്തശ്ശി, എനിക്കിതൊക്കെ ശീലല്ലേ. അവിടെ കഴക്കൂട്ടത്ത് അവിടുത്തെ രോഗികളെല്ലാം നോക്കുകയും അവിടുത്തെ ജോലികളെല്ലാം ചെയ്ത് ഞാനും രേവതിക്കുട്ടിയും കൂടെ. രേവതിക്കുട്ടിയോ? അതാരാ? അതെ, എൻ്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നതാ. പിന്നെ ഒരു ചിന്നുമോൾ ഉണ്ടായിരുന്നു, 3 വയസ്സേ അവൾക്കുള്ളൂ. പാവം, അവളിപ്പോൾ കരയുന്നുണ്ടാവും. അലീനേച്ചിയും രേവതി ചേച്ചിയും ഒന്നും കാണാതെ അവൾ സങ്കടപ്പെടുന്നുണ്ടാവും. അയ്യോ, അവൾക്കിതെന്ത് പറ്റി? പ്രീതമമ്മിക്ക് വയ്യെന്ന് കേട്ടപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്കാക്കി ചിന്നുമോളെ ഒരു ഓർഫനേജിലേക്ക് കൊണ്ടാക്കി. അന്ന് അവൾ കാണാതെ എങ്ങനെയൊക്കെയോ ചങ്ക് പൊട്ടുന്ന രീതിയിലാണ് ഞാനും രേവതിക്കുട്ടിയും അവിടെ നിന്ന് പോയത്. വലിയ സങ്കടമായല്ലേ? പറയാനുണ്ടോ? അവളിപ്പോൾ ഞങ്ങളെ മറന്നു കാണോ മുത്തശ്ശി? ഇല്ല മോളെ, ചെറുപ്പത്തിൽ നോക്കിയ സ്നേഹമൊക്കെ അവൾക്ക് ഇപ്പോഴും ഉണ്ടാവും, മറന്നു കാണില്ല. അതെ, അവൾ ഞങ്ങളെ ഓർത്ത് കരയുന്നുണ്ടാവും, വാശി പിടിക്കുന്നുണ്ടാവും. രേവതിക്കുട്ടി ഒരു നല്ല വീട്ടിലാണ് ചെന്ന് പെട്ടത്. കണ്ടാൽ അവർ വളരെ ഗൗരവക്കാരാണ്, ദുഷ്ടന്മാരാണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അവരുടെ മനസ്സ് അത്രയ്ക്ക് അലിവുള്ളതാണെന്ന് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അവളെങ്കിലും രക്ഷപ്പെടട്ടെ, നല്ലൊരു വീട്ടിലേക്കാണ് അവൾ പോയതിൻ്റെ ഒരു സമാധാനം എനിക്കുണ്ട്. രേവതിക്കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നുമില്ലേ? ഇല്ല. ചെറുപ്പത്തിൽ അവൾ അമ്മ ഇടയ്ക്കൊക്കെ അവളെ കാണാൻ വരുമെന്നും പിന്നെ അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തെന്ന പത്രവാർത്ത അറിഞ്ഞുകൊണ്ടാണ് പിന്നെ പ്രീതമമ്മി അറിഞ്ഞതെന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് അലീന. രേവതിക്കുട്ടിയെ എനിക്ക് കാണാൻ തോന്നുന്നുണ്ടോ? അവളെ നമ്പറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതിന് ഫോണില്ലല്ലോ, ഗ്രേസാമാൻറ്റിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്ന് അവൾ പറയാണ്. എന്തായാലും മോളെ വിഷമിക്കേണ്ട, മോളെ കൂടെയുള്ള അവർക്കൊക്കെ നല്ലത് മാത്രമേ വരൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി എന്താ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് ബാക്കി ജോലികളെല്ലാം ചെയ്തിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ രോഹിത്ത് പോകാൻ സമയം അലീനയെ ഒന്ന് നോക്കുന്നുണ്ട്. കുറച്ച് വെള്ളം വേണം. അങ്ങനെ അവൾ വെള്ളം എടുത്തു കൊടുക്കുക. രോഹിത്താണെങ്കിലോ അവളുടെ കയ്യിൽ തൊടുന്നുണ്ട്. ആ സമയത്ത്
സമയം അലീന രോഹിത്തിനെ ഒന്ന് നോക്കുന്നുണ്ട്. രോഹിത്ത് ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുന്നുണ്ട്. അലീന മനസ്സുകൊണ്ട് പറയാം, അവനെൻ്റെ അനിയനല്ലേ, അവൻ എന്നെ തൊട്ടാലും തനിക്കും അങ്ങനെ ഒരു ചിന്ത വരില്ലല്ലോ. പക്ഷേ അവൻ മറ്റൊരർത്ഥത്തിലാണ് തന്നെ തൊടുന്നതെങ്കിൽ അത് വളരെ മോശമല്ലേ എന്നൊക്കെ അവൾ ചിന്തിക്കാണ്. അങ്ങനെ രോഹിത്ത് വെള്ളം കുടിച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇടയ്ക്ക് അവളെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മുൻവശത്തെ കഥ കടച്ച് അലീന തൻ്റെ ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞ ആ സ്റ്റോർ റൂമിലേക്ക് ആരും ഇതുവരെ പ്രവേശിച്ചിട്ടില്ലെന്ന മട്ടിൽ തന്നെ ആട്ടോ അലങ്കോലപ്പെട്ട് കിടക്കാണ്. ആകെ പൊടിയും മാറാലിയും ഒക്കെ ആയിരിക്കും. അങ്ങനെ അതിനുള്ളിൽ കയറിയ അലീന അവിടെ ആകമാനം നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാത്രങ്ങളുമായിട്ട് ഒരുപാട് ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം അടുക്കി പെറുക്കി വെക്കാണ്. അതിലെല്ലാം പൊടിയെല്ലാം പറ്റിച്ചൊക്കെ അലീന വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ കണ്ണിൽ ഒരു ഫോട്ടോ പെടുന്നത്. ഫ്രെയിം ചെയ്ത ഫോട്ടോ ആയിരിക്കും കേട്ടോ. ചില്ല് പൊട്ടിയത് കാരണം അതവിടെ ഉപേക്ഷിച്ചതായിരിക്കും. അവളത് തുടച്ചു നോക്കുന്ന സമയത്ത് അവളുടെ അമ്മയും അവളുടെ അനിയത്തിമാരുമുള്ള ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആയിരിക്കും. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ആ കൂട്ടത്തിൽ ഞാനും വേണ്ടതല്ലേ എന്ന് ഓർത്തിട്ട് അതിങ്ങനെ ഇമോജിൻ ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോയിൽ അവളും അതിൽ ഉൾപ്പെട്ടതായിട്ട് അവൾക്ക് തോന്നാണ്. വളരെ സന്തോഷത്തോടെ ആ ഫോട്ടോ അവൾ നോക്കുന്നുണ്ട്. എന്നിട്ട് തുടച്ചു മിനുക്കി അവളത് അപ്പുറത്തേക്ക് വെക്കുക. വീണ്ടും അവൾ അതെല്ലാം അവിടെയുള്ള ഒരു പഴയ ബോക്സ് തുറന്നു നോക്കുകയാണ്. ആകെപ്പാടെ പൊടിയായിരിക്കും കേട്ടോ അതിലൊക്കെ. ആ പൊടിയടിച്ചിട്ട് അവൾക്ക് ചുമയും തുമ്മലൊക്കെ വരുന്നുണ്ട്. എന്തൊരു പൊടിയാ എന്നൊക്കെ കരുതി അവൾ അത് അങ്ങോട്ട് തന്നെ വെക്കാൻ നിൽക്കുന്ന സമയത്താണ് എന്തോ പഴയ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്താ ഇതിലെന്ന് കരുതി അവളത് ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് വൈജയന്തിയുടെ കോളേജിൽ പഠനകാലത്തുണ്ടാക്കിയ കവിതകളും പ്രണയലേഖനങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ പ്രണയലേഖനമെന്നും പറയാൻ മാത്രമില്ല, അതിൽ നിന്ന് തൻ്റെ അച്ഛൻ്റെ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്നാണ് അലീന നോക്കിയത്. അവൾ ഒരാളെക്കുറിച്ച് എഴുതിയ പ്രണയകാവ്യങ്ങളാണെന്ന് ഒറ്റ നോടത്തിൽ തന്നെ ആ കവിത കണ്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഇതിലെവിടെയോ തൻ്റെ അച്ഛനുണ്ടെന്ന കാര്യം അവൾക്കറിയാം. അങ്ങനെ അവളതെല്ലാം മറിച്ച് നോക്കുകയും അവിടെ ഉണ്ടായിരുന്നതെല്ലാം തുറന്നു നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തൻ്റെ അമ്മ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നെന്ന കാര്യം, ആ രഹസ്യം അവൾക്കതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ക്രിസ്ത്യാനി പയ്യനാണെന്നും തൻ്റെ അച്ഛനെന്ന കാര്യം അവൾക്ക് ബോധമാവാണ്. തൻ്റെ അമ്മയെ എന്നാൽ എന്തെങ്കിലും കാരണത്താൽ ഈ അന്യമതസ്ഥയിൽപ്പെട്ട ഒരാളെ പ്രണയിച്ചത് കൊണ്ടായിരിക്കാം തൻ്റെ അച്ഛൻ്റെയും വിവാഹം നടക്കാതെ പോയത്. അതിൻ്റെ പേരിലായിരിക്കും തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് അലീന മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെ പേര് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവൾ അവിടെ എല്ലാം നോക്കുന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ടൊന്നും അതിൽ കാണുന്നില്ല. പക്ഷേ അവൾക്കൊരു കാര്യം ഉറപ്പായി, തൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് സ്നേഹിച്ചെന്നും അവരെ ഒരിക്കലും അവർ രണ്ടുപേരുടെയും സമ്മതത്തോടെയല്ല അവർ വേർപിരിഞ്ഞെന്നും മറ്റുള്ളവരാണ് അവരെ വേർപിരിച്ചെന്ന കാര്യവും ആ വേദന നിറഞ്ഞ ഡയറി കുറിപ്പുകളിൽ നിന്നും അവൾക്ക് മനസ്സിലാക്കാണ്. അവൾ അതെല്ലാം പഴയതുപോലെ വെച്ചിട്ട് ആ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ മാത്രം അവൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ക്ലീൻ ചെയ്തപ്പോൾ മോളെ നീ ക്ഷീണിച്ചല്ലോ, എന്തെങ്കിലും പോയി കഴിക്കുന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവളുടെ കയ്യിലുള്ള ആ ഫോട്ടോ കണ്ടപ്പോൾ എന്താ ഇത് ആ സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടിയതാ. അവരുടെ പഴയ ഫോട്ടോ ആയിരിക്കും. ഇത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അതെന്തിനാ മോളെ നിനക്ക്? വെറുതെ നല്ല ഫോട്ടോ അല്ലേ, അത് കാണാലോ എന്ന് പറഞ്ഞ് അവൾ ആ അലമാരയിൽ തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ അവളെ നോക്കി, എൻ്റെ കുട്ടി ഒരുപാട് ക്ഷീണിച്ചല്ലേ, എന്തിനാ മോളെ ജയമോൾ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എനിക്കറിയില്ല. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് മോളോട് പെരുമാറുന്നത്. അത് എന്നോട് മാത്രമല്ല സ്വന്തം മക്കളോടും അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയുടെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടായിരിക്കും. ജോലിയൊക്കെ വലിയ ബാങ്കിലൊക്കെ ജോലിയല്ലേ, അപ്പോൾ അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും കൊണ്ടാണ്. വീട്ടിലുള്ളവരോടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ മുത്തശ്ശി, അതിലെനിക്ക് സങ്കടം പരിഭവം ഒന്നുമില്ല. അങ്ങനെ ആൻറ്റി പറയുന്ന സമയത്ത് എനിക്ക് വിഷമമൊക്കെ തോന്നാറുണ്ട്, എന്നാലും അതൊന്നും സാരല്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിക്കാട്ടോ. എന്നാൽ മനു ഇടയ്ക്കൊക്കെ അവിടെ വരുന്നതാണ് അലീനയ്ക്ക് ഏറ്റവും മനസ്സിൽ കുളിർമയേകുന്ന ഒരു കാര്യം. അങ്ങനെ പോകെ അലീനയും മനുവും പ്രണയത്തിലാവും. വൈജയന്തി ആണെങ്കിലോ വൈജയന്തി ബാലചന്ദ്രനെയും അലീനയും ചേർത്ത് അവിധമാണെന്നൊക്കെ പറഞ്ഞ് ആകെ സംശയിക്കാണ്. ബാലചന്ദ്രൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ്. അവളിങ്ങനെ കുത്തി നോവിക്കുമ്പോൾ ആ ഒരു സമയത്തെല്ലാം ബാലചന്ദ്രൻ പലപ്പോഴും അലീനയ്ക്ക് രക്ഷകനായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രനെയും അലീനയും ചേർത്തിട്ട് പല കഥകളും വൈജയന്തി ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തം മോളാണെന്ന് പോലും അറിയാതെ മോളുടെ പ്രായം വരുന്ന ഒരാളോട് അവളിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒടുവിൽ ബാലചന്ദ്രൻ ആ വലിയ സത്യം, ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. അതും രേവതിക്കുട്ടിയുടെ കഥ
ആ ഒരു രേവതിക്കുട്ടിയുടെ കത്തിലൂടെയാണ് ബാലചന്ദ്രൻ ഈ സത്യം തിരിച്ചറിയുന്നത്. ആ ഒരു എപ്പിസോഡ് ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ വിവരം അറിയാനായിട്ട് രേവതിക്കുട്ടി കത്തുകൾ അയക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണം ബാലചന്ദ്രന് സംശയം തോന്നി പൊട്ടിച്ച് വായിക്കുന്നതോടുകൂടെ സത്യങ്ങളൊക്കെ അറിയാനും ആ സമയത്ത് അലീനെ തൻ്റെ വൈജയന്തിയുടെ മകളാണെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ നിയന്ത്രണം പാലിച്ചോടെ തന്നെ ആ കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല. ബാലചന്ദ്രനോട് ഒരേ കാര്യമേ അലീന ആവശ്യപ്പെട്ടുള്ളൂ. തൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം, തൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇടയിൽ എന്താണ് സംഭവിച്ചെന്നും എനിക്കറിയണം. അങ്ങനെ ബാലചന്ദ്രൻ തന്നെ അവളുടെ അച്ഛൻ്റെ വീടും ഊരും കണ്ടുപിടിച്ചു കൊടുക്കുന്നത്. ബാലചന്ദ്രൻ ആണെങ്കിലോ ഇതിലെ കാര്യത്തിൽ ഒടുവിലാണ് കേട്ടോ വൈജയന്തിയോട് സത്യയ്ക്ക് ചോദിക്കുന്നത്. ബബിതയും തന്നെ വൈജയന്തിയുടെ പോലെ തന്നെയാണ് അലീനയോട് പെരുമാറുന്നത്. ബബിതയെ വലിയൊരു കുരുക്കിൽ നിന്ന് അലീന രക്ഷിക്കുന്നുണ്ട്. അതോടുകൂടെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ട് അവളെ സ്നേഹിക്കാണ്. രോഹിത്തും ഹരിശങ്കറും കൂടെ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാണ്. ഒരു പാവം പിടിച്ച ഒരു പെൺകുട്ടിയാണ് പീഡിപ്പിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ജയിലിലാവുന്നുണ്ട്. ജയിലായ രോഹിത്തിനെയും ഹരിശങ്കറിനെയും പുറത്തിറക്കുന്നതും മറ്റാരുമല്ല അലീന തന്നെയാണ്. ആ പെൺകുട്ടിയെ കൊണ്ട് ഹരിശങ്കറിനെ രോഹിത്തിനെ വിവാഹം കഴിപ്പിക്കുന്നുണ്ട്. ആ പാവം പിടിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ വലിയ ന്യൂസും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അതോടുകൂടെ അരിയെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാണ്. ബബിത നല്ലൊരു പ്രശ്നത്തിലായിരിക്കും പെട്ടിട്ടുണ്ടാവുക. അവളെയും അതിൽ നിന്ന് രക്ഷിക്കുന്നതും ആ കുടുംബത്തിന് താങ്ങും തണലുമാവുന്നത് അലീനയാണ്. ഒടുവിലാണ് അവീതത്തിൻ്റെ കഥ മെനഞ്ഞതോടുകൂടെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അലീന തൻ്റെ അച്ഛൻ്റെ വീട് തേടി പോകുന്നത്. അവിടെ നിന്നും അച്ഛൻ അവളെ വളരെ ദേഷ്യത്തിലാട്ടോ പെരുമാറുന്നത്. ഉള്ളിൽ അത്രയും പാവം പിടിച്ച ഒരു മനുഷ്യനുണ്ടാവില്ല. തൻ്റെ മകളാണെന്ന് അറിഞ്ഞിട്ടും അവളോട് ദേഷ്യത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും തൻ്റെ മകളെക്കുറിച്ച് അറിയാനും അതേപോലെ അച്ഛൻ്റെ ഭാര്യ ഉണ്ടാവും, ഭാര്യയും മക്കളും അവിടെയും അലീനയ്ക്ക് കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടാവുന്ന നല്ലൊരു അടിപൊളി കഥയാണ് കേട്ടോ വരുന്നത്.